ഹായ് ഹലോ, നമ്മൾ ഇന്ന് വന്നിട്ട് അടിപൊളി സ്നാക്സ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. ചെറുതാക്കി മുറിച്ച ചിക്കൻ എടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 1 സ്പൂൺ നല്ല ജീരകം, ഉറച്ച തൈര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ആയതിനു ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി ഈ ചട്ടിയിലോട്ട് തക്കാളി, ക്യാരറ്റ്, വെള്ളുള്ളി, ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരിത്തിരി നല്ല ജീരകം, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് 2 ടീസ്പൂൺ കാബേജ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചപ്പും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയെടുത്ത് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ പൊടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാൽ, 1 കപ്പ് മൈദ, 4 ഇല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഓയിലും ചേർത്ത് അടിച്ചെടുക്കാം. 1 മുട്ടയും വിനെഗറും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി അതേ പാനിലോട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അത് മെൽറ്റായി വരുമ്പോൾ 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് ഇങ്ങനെ നന്നായി വഴറ്റിയതിന് ശേഷം കൂടെ തന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പാൽ ഒഴിക്കാം. നേരത്തെ തയ്യാറാക്കിയ മസാല നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവ് അതേ ചട്ടിയിൽ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ചുറ്റിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ആ മസാല ഇട്ട് കൊടുക്കാം. ശേഷം ചീസ് ഇട്ടിട്ട് വീണ്ടും അടച്ചു വെക്കാം. അത് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ വീണ്ടും ഒഴിക്കാം. എന്നിട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയത് ഇതിന്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്റെ കൂടെ നിൽക്കണേ.